വിപ്ലവ പ്രസ്ഥാനമായ CPM-ന്റെ ഏറ്റവും വലിയ മുതൽക്കൂട്ട് എന്ന് പറയുന്നത് അവരുടെ വിദ്യാർത്ഥി സംഘമായ സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ അഥവാ SFI ആണ്. SFI രൂപീകരിക്കപ്പെട്ട കാലഘട്ടം മുതൽ ചരിത്രപരമായ നിരവധിയായ സംഭവങ്ങളും അതുപോലെ തന്നെ ചരിത്രപരമായ സാക്ഷി നിൽക്കുന്ന നിരവധിയായ ഈ പ്രശ്നങ്ങളെയും സോൾവ് ചെയ്യുന്നതിലും എല്ലാം മുന്നിൽ നിന്നിട്ടുള്ള ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് SFI എന്നുള്ളത്. ഈ SFI ഓരോ കാലഘട്ടം കഴിയുന്തോറും കൂടുതൽ അംഗസംഖ്യയിലേക്ക് വളരുന്നു. അതുമാത്രമല്ല പൊതുജനങ്ങൾക്കിടയിൽ ഇതിൻ്റെ സ്വീകാര്യത കൂടി വരുന്നു എന്നുള്ളത് കേരളത്തിലെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾക്കിടയിൽ ആർക്കും നിഷേധിക്കാൻ സാധിക്കില്ല. കൃത്യമായ രീതിയിൽ ഉള്ള അവരുടെ പ്രവർത്തനങ്ങളും ചട്ടങ്ങളും പരിപാടികളുമെല്ലാം വളരെ സൂക്ഷ്മതയോടുകൂടി തന്നെയാണ് ശത്രുപക്ഷത്തുള്ളവർ പോലും നോക്കിക്കാണുന്നത്. ഇപ്പോഴത്തെ ചരിത്ര വിജയം അല്ലെങ്കിൽ ചരിത്രം രചിച്ചുകൊണ്ട് SFIയുടെ ചുണക്കുട്ടികൾ മുന്നോട്ട് പോകുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. കേരള സർവകലാശാല ഭാരവാഹിത്വത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഇതിൻ്റെ ഭാരവാഹിത്വത്തിൽ മുഴുവനും പെൺകുട്ടികൾ വിജയിച്ചിരിക്കുന്നു. നോക്കൂ, ചരിത്ര നിമിഷമാണിത്. കേരളത്തിലെ പോലെ ഒരു സ്ത്രീ സൗഹൃദ സംസ്ഥാനത്ത് അവിടുത്തെ ക്യാമ്പസുകളിൽ സ്ത്രീകൾ അല്ലെങ്കിൽ പെൺകുട്ടികൾ മാത്രം നേതൃത്വം നൽകുന്ന ഒരു സർവകലാശാലയുടെ ഭാരവാഹികളായിട്ട് കൃത്യമായിട്ടുള്ള ചരിത്രം രചിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥ. കേരള സർവകലാശാല വിദ്യാർത്ഥി യൂണിയനിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ 7 സീറ്റിലും SFI വിജയിക്കുകയാണ് ചെയ്തത്. അക്കൗണ്ട്സ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ 5 സീറ്റും, സ്റ്റുഡൻസ് കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ 8 സീറ്റും, എക്സിക്യൂട്ടീവ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ 13 സീറ്റും SFI വളരെ ആധികാരികമായിട്ട് വിജയിച്ചു കയറി. പെരുന്നുണകൾക്കെതിരെ സമരമാവുക എന്ന സന്ദേശം മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് SFI തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. കേരള സർവകലാശാല യൂണിയന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് വിദ്യാർത്ഥി യൂണിയന്റെ ഭാരവാഹിത്വത്തിലേക്ക് മുഴുവൻ പെൺകുട്ടികളെയും SFI മത്സരിപ്പിച്ച് വിജയിപ്പിച്ച് എടുക്കുന്നത്. സർവകലാശാല യൂണിയൻ ചെയർപേഴ്സണായി കോട്ടയം SN കോളേജിലെ സുമി എസിനെയും ജനറൽ സെക്രട്ടറിയായി തിരുവനന്തപുരം വഴുതക്കാട് ഗവൺമെൻറ് വനിതാ കോളേജിലെ അമിത ബാബുവിനെയും വൈസ് ചെയർപേഴ്സൺമാരായിട്ട് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ അഫ്സൽ N, ആലപ്പുഴ SD കോളേജിലെ ആതിര പ്രേംകുമാർ, തിരുവനന്തപുരം ഇമ്മാനുവൽ കോളേജ് അതായത് വാഴ്ചാൽ ഇമ്മാനുവൽ കോളേജിലെ നന്ദന S കുമാർ, ജോയിന്റ് സെക്രട്ടറിമാരായി നങ്ങ്യാർ കുളങ്ങര TKM കോളേജിലെ അനന്യ S, കൊല്ലം TKM കോളേജിലെ അഞ്ജന ദാസ് എന്നിവരെയാണ് തെരഞ്ഞെടുത്തിട്ടുള്ളത്. SFIയുടെ ഉജ്ജ്വല വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ച മുഴുവൻ പ്രവർത്തകരെയും വോട്ട് ചെയ്ത് വിജയിപ്പിച്ച വിദ്യാർത്ഥികളെയും SFI സംസ്ഥാന പ്രസിഡന്റ് K അനുശ്രീ, അതുപോലെ തന്നെ സെക്രട്ടറി P അർഷം എന്നിവർ അഭിവാദ്യം ചെയ്തു. അതിനകത്ത് ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കള്ളപ്രചാരണങ്ങളിലൂടെ SFIയെ തകർക്കാൻ ശ്രമിച്ച വലതുപക്ഷത്തിനുള്ള വിദ്യാർത്ഥികളുടെ ഏറ്റവും ചുട്ട മറുപടിയാണ് ഈ വിജയമെന്നാണ് SFI ഭാരവാഹികൾ തന്നെ പ്രതികരിച്ചത്. നോക്കൂ, ഈ നാട്ടിൽ നടന്നിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും മറ്റും അവരുടെ അവകാശങ്ങൾക്കും അവരുടെ പോരാട്ടങ്ങൾക്കും വേണ്ടി വളരെയധികം പ്രയത്നിച്ച അല്ലെങ്കിൽ പ്രവർത്തിച്ച ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് SFI. അതുകൊണ്ട് തന്നെ അതിൻ്റെ സ്വീകാര്യതയെ തകർക്കുന്നതിന് വേണ്ടി പല രീതിയിലുള്ള ഗൂഢമായ നീക്കങ്ങൾ നടത്തിയിരുന്നു. ഇതിനെയെല്ലാം തലങ്ങും വില്ലും അടിച്ചു തെറിപ്പിച്ചുകൊണ്ട് ഈ പറയുന്ന പെരുന്നുണകളെയെല്ലാം തകർത്തുകൊണ്ട് തന്നെയാണ് ഇത്തവണ SFI എന്ന വിപ്ലവ പ്രസ്ഥാനം വിദ്യാർത്ഥികൾ നെഞ്ചിലേറ്റിയത്.